അങ്ങനെ മുകൾ ഭാഗത്തെ എല്ലാ വൃത്തിയാക്കലും കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം എന്താ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. താഴെ ഇതുപോലെ ആദ്യം തന്നെ ഞാനത് ഹാളിൽ നിന്ന് മാറാൽ ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മാറാലും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എന്നാലും ഞാൻ വീക്കിലി എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചുറ്റുകയാണ്. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളിതാ TV യൂണിറ്റ് ഉണ്ട്, അവിടെ പൂവൊക്കെ ഉണ്ട്, ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് അതൊക്കെ എടുത്ത് തുടച്ചു. അതേപോലെ ഇതാ ഈ ഒരു ഏരിയ ഹാളിൽ തന്നെയുള്ളൊരു ചെറിയൊരു ഡെക്കറേഷനാണിത്. ഡെക്കറേഷൻ മീൻസ് ഇങ്ങനെ ഒരു പൂ വയ്ക്കാനുള്ള ഒരു സൗകര്യം. അങ്ങനെ അതൊക്കെ തുടച്ചു. പിന്നെ എത്തി വലിഞ്ഞ് ഞാനിതാ ഈ TV യൂണിറ്റിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ അല്ലൂൻ്റെയും ഡിങ്ങൂൻ്റെയൊക്കെ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ചെയർ വെച്ച് കയറിയിട്ടേ എത്തണില്ല, എന്നാലും ഞാൻ മാക്സിമം തുടച്ചെടുത്തു കേട്ടോ. അങ്ങനെ അവിടുത്തെ പൊടികളൊക്കെ വൃത്തിയാക്കിയിട്ട് താഴത്തെ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു. അവിടുത്തെ ഈ കബോർഡൊക്കെ ജസ്റ്റ് തുറന്നിട്ടൊന്ന് തുടച്ചു. പിന്നെ ബാത്റൂം ഡോറ്, പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്, അതിൻ്റെ അവിടെയൊക്കെ തുടച്ച് അവിടെയൊക്കെ നീറ്റാക്കിയിട്ട് ഞാൻ ഇപ്പുറത്തെ ബെഡ്റൂമിലെത്തി. അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അവിടുത്തെ ജനലും കാര്യങ്ങളും, എല്ലാ റൂമിലും ജനലും കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ വാഷ് ബേസിൻ ഏരിയയാണിത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഞാൻ മിക്കവാറും നമ്മൾ ഡെയിലി ഇങ്ങനെ കഴുകണ സ്ഥലമല്ലേ, അപ്പം ചിലപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ വാഷ് ചെയ്ത് വിടും. പിന്നെ എനിക്കിങ്ങനെ നീളത്തിൽ കയ്യിൽ പിടിച്ചിട്ടുള്ള ബ്രഷും കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ ഒരു സംതൃപ്തി ഒന്നുമില്ല. അപ്പോൾ ഞാനിത് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരയ്ക്കും. അപ്പോഴാണ് എനിക്ക് ഫുൾ ചളിയും പോയി എന്നൊരു ഇത് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഈ കണ്ണാടിയൊക്കെ തുടയ്ക്കുന്ന സ്പ്രേ ഇല്ലേ, ഇത് വെച്ചിട്ട് എല്ലാ മിറേഴ്സും തുടച്ചു. ഇവിടുത്തെയും പിന്നെ റൂമത്തെയും ഒക്കെ തുടച്ചു കേട്ടോ. ഞാൻ മുക്കും മൂലയും പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം വീക്കിലി ചെയ്യണ കാര്യങ്ങൾ തന്നെ എല്ലാം. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ഇതിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് 3 മിനിറ്റല്ലേ ഷോർട്ട്സ് അലൗഡ് ഉള്ളൂ. അപ്പോൾ പറ്റണമൊക്കെ ചെയ്തു. പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറവും ജസ്റ്റ് ഒന്ന് തുടച്ചു. ഉള്ളിൽ ഞാൻ 2 ദിവസം മുമ്പ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തതാണ്. പച്ചക്കറി കൊട്ടയിലൊക്കെ ഓരോ പച്ചക്കറി നിറച്ച് വെച്ചപ്പോൾ ഞാൻ അതിനുള്ളൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇത് ഓപ്പൺ കിച്ചൺ, ഇവിടെ നമ്മൾ യൂസിങ്ങേ ഇല്ല, ജസ്റ്റ് സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ വെച്ചു. ഈ വാഷ് ബേസിൻ്റെ എവിടെയാണെങ്കിലും വെറുതെ എന്തെങ്കിലും മല്ലൊക്കെ എന്തെങ്കിലും കഴുകുമ്പോഴുള്ള ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ഞാനിതാ ഈ ഓരോ ടാപ്പും അതിൻ്റെ ഉള്ളും ഒക്കെ നന്നായിട്ട് ഡിഷ് വാഷ് എടുത്തിട്ടാണ് കഴുകുന്നത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഈ വാഷ് ബേസിനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലും ഞാൻ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ പണി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഏരിയ ഈ സെറ്റിയൊക്കെ നീക്കി, സോഫ സെറ്റിയൊക്കെ നീക്കിയിട്ട് അതിൻ്റെ പിന്നിൽ തുടയ്ക്കുക, അതിൻ്റെ പൊടി തട്ടുക, അതിൻ്റെ പിന്നത്തെ ജനലും കാര്യങ്ങളൊക്കെ തുടച്ച് പിന്നെ നമ്മളിത് അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. എല്ലാം അടിച്ചു വരുമ്പോൾ തന്നെ എൻ്റെ പണി ഒരുങ്ങി. ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ താഴെയും മോളും ഒരുമിച്ച് ചെയ്യാത്തത്. കാരണം ഞാൻ വൈകുന്നേരം ഇതാവരെ മലന്നടിച്ച് കിടക്കും. അപ്പോൾ അതിനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും മല്ലും ഡിങ്കൊക്കെ പാടുക സമാധാനമായിട്ടിരിക്കുക. പക്ഷേ എന്ത് സമാധാനമായി കണ്ടില്ലേ, വീണ്ടും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അംഗം തുടങ്ങി കറവറാക്കാൻ. ഞാൻ എത്ര വൃത്തിയാക്കിയാലും അവിടെ ഇവിടെ ഓരോ സാധനങ്ങൾ കിടക്കും. ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കുറച്ചത് അങ്ങനെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ യുദ്ധം ഇങ്ങനെയുള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ എടുക്കണം. അതൊരു